കേരള മദ്രസ എഡ്യൂക്കേഷൻ ബോർഡ് കോഴിക്കോട് സൗത്ത് മേഖലയിലെ മദ്രസ അധ്യാപകർക്കായി സംഘടിപ്പിച്ച ദ്വിദിന പരിശീലന ക്യാമ്പ് സമാപിച്ചു. കൊടിയത്തൂർ വാദി റഹ്മ ഇംഗ്ലീഷ് ഹയർ സെക്കൻഡറി സ്കൂൾ ഹാളിലും കുന്നമംഗലം CTAC കോൺഫറൻസ് ഹാളിലുമാണ് അധ്യാപക പരിശീലനത്തിന് വേദിയൊരുക്കിയത്. സമാപനം ജമാഅത്തെ ഇസ്ലാമി ജില്ലാ വൈസ് പ്രസിഡന്റ് MC മുബ്ഹാൻ ബാബു ഉദ്ഘാടനം ചെയ്തു. മദ്രസ വിദ്യാഭ്യാസം പലതരത്തിലുള്ള വെല്ലുവിളികൾ നേരിടുകയാണെന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു. ഇസ്ലാമിന്റെ സമഗ്രത കുട്ടികൾക്ക് മനസ്സിലാക്കി കൊടുക്കുവാൻ സാധിക്കണമെന്ന് അദ്ദേഹം തുറന്നു പറഞ്ഞു. ചില സ്ഥലങ്ങളിലൊക്കെ മദ്രസ നിർത്തിയിട്ട് കുറെ കൊല്ലങ്ങളായി, കൊറോണയ്ക്ക് ശേഷം തുറക്കാത്ത സ്ഥലത്ത് കാര്യമില്ലാതെ വിചാരിച്ചിട്ട്, എന്നാൽ നേരെ തിരിച്ചുള്ള ചില സ്ഥലങ്ങളുണ്ട്. ശ്രദ്ധയിലുണ്ടാവും, അഡ്മിഷൻ ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കും. കൂടുതലായിട്ട് ഇപ്രാവശ്യമായി ഇത്ര 1ാം ക്ലാസ്സിൽ 20 ആൾ ചേർന്നു, 30 ആൾ ചേർന്നു എന്നൊക്കെ പറയുന്ന സ്ഥലം. ഇത് രണ്ടും നമ്മുടെ നാട്ടിൽ തന്നെയാണോ? മദ്രസ എന്ന് പറയുന്ന സംഗതി നാട്ടിൽ ആവശ്യമില്ലാത്ത ഒരു പരിപാടിയാണെന്ന് ആൾക്കാർക്ക് തോന്നിയിട്ടൊന്നുമില്ല. ആവശ്യമാണ്, അത് അനിവാര്യമാണ് എന്ന് കൂടുതലായിട്ട് ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം കൂടിയാണ്. മദ്രസ വിദ്യാഭ്യാസം അനിവാര്യമാണ് എന്ന് രക്ഷിതാക്കൾക്ക് ബോധ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന, കൂടുതലായിട്ട് അവർക്ക് ധാരണ വന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. നമ്മൾ മനസ്സിലാക്കാം. കേരള മദ്രസ എഡ്യൂക്കേഷൻ ബോർഡ് കോഴിക്കോട് സൗത്ത് മേഖല പ്രിൻസിപ്പൽ കൗൺസിൽ പ്രസിഡന്റ് PP ശിഹാബുദ്ദീൻ ഹബ് അധ്യക്ഷത വഹിച്ചു. കൊടിയത്തൂർ ക്ലസ്റ്റർ കോർഡിനേറ്റർ PP അബ്ദുൾ മജീദ്, ടീച്ചേഴ്സ് ട്രെയിനിംഗ് കോർഡിനേറ്റർ നിസാമുദ്ദീൻ മാസ്റ്റർ, മുക്കം നഗരസഭാ കൗൺസിലർ A അബ്ദുൽ ഗഫൂർ തുടങ്ങിയവർ സംസാരിച്ചു. വിവിധ വിഷയങ്ങളിൽ പ്രമുഖർ ക്ലാസുകളെടുത്തു. എൻലൈറ്റ് ന്യൂസ്, മുക്കം.